ഇന്ന് ഞങ്ങളുടെ അല്ലൂസിൻ്റെ ഒന്നാം പിറന്നാളായിരുന്നു കേട്ടോ. സോറി, ഇന്നല്ല, ഇന്നലെ. അല്ലൂസ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് കേട്ടോ ഇന്ന് നടത്താൻ പോകുന്നത്. അല്ലുവിൻ്റെ ഒന്നാം പിറന്നാളിന് ഓർഫനേജിലോ അല്ലെങ്കിൽ വഴി സൈഡിൽ ഇരിക്കുന്നവർക്ക് ഫുഡ് കൊടുക്കണം എന്നായിരുന്നു കേട്ടോ ആഗ്രഹം. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിനുണ്ടായപ്പോൾ തുടങ്ങിയ ആഗ്രഹമാണ് കേട്ടോ. പക്ഷേ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഓരോന്ന് വരുമ്പോഴും ഓരോ തടസ്സങ്ങൾ വരും. അങ്ങനെ നടക്കാതെ പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഇന്നത് അല്ലുവിൻ്റെ ഒന്നാം പിറന്നാളിന് അത് സാധിച്ചു. ഇവിടങ്ങളിൽ വഴി സൈഡിൽ അങ്ങനെ ഇപ്പോൾ ആരും ഇരിക്കുന്നില്ല കേട്ടോ. ഞങ്ങൾ നോക്കിയിട്ട് ആരും കണ്ടില്ല. പിന്നെ ഓർഫനേജിൽ അന്വേഷിച്ചപ്പോൾ അവിടെ 50 കുട്ടികളുണ്ടായിരുന്നു. അവിടെ കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ കയ്യിൽ സാമ്പത്തികം അതിന് അനുവദിച്ചില്ല കേട്ടോ. പിന്നെ അവസാനം നമ്മൾ വൃദ്ധസദനത്തിലാണ് കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. കുറേ അച്ഛന്മാരും അമ്മമാരും ഒക്കെ ഉള്ളൊരിടമായിരുന്നു കേട്ടോ. അവർക്കത് ഒരുപാട് സന്തോഷമായി. കാരണം കുഞ്ഞു മക്കളെ കൊണ്ടാണല്ലോ നമ്മൾ ചെന്നത്. മക്കളെ കണ്ടതിൻ്റെ സന്തോഷം ഓരോ അച്ഛന്മാരുടെയും അമ്മമാരുടെയും കണ്ണിൽ കാണാമായിരുന്നു കേട്ടോ. അവരുടെ മുഖത്ത് വന്ന ചിരി, ആ പ്രകടനം ഒക്കെ ആയിരുന്നു നമ്മുടെ കുഞ്ഞിന് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നത്. ഒരിക്കലും മറക്കാനാവാത്തൊരു ബർത്ത്ഡേ ആയിരുന്നു. ഞങ്ങളുടെ മനസ്സും വയറും ഒരേപോലെ നിറഞ്ഞ നല്ല നിമിഷങ്ങൾ ഞങ്ങൾക്ക് കിട്ടി. പിന്നെ അല്ലു ആണെങ്കിൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അടുക്കുകയില്ല കേട്ടോ. പെട്ടെന്ന് അവൻ മിങ്കിളാവുന്ന ടൈപ്പേ അല്ല. പക്ഷേ അവിടെ ചെന്നപ്പോൾ അച്ഛന്മാരായിട്ട് അമ്മമാരായിട്ട് പെട്ടെന്ന് അവനാണെങ്കിൽ കരഞ്ഞില്ല. എല്ലാവർക്കും ഉമ്മ കൊടുത്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൻ. അപ്പോൾ അതുകൂടെ കണ്ടപ്പോൾ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങളെടുത്ത ഏറ്റവും വലിയ തീരുമാനം ഇത് തന്നെയായിരുന്നു എന്ന് തോന്നി കേട്ടോ. ഞങ്ങൾ ചെന്ന ടൈമിൽ കണ്ടവരെല്ലാം ഞങ്ങൾ തിരിച്ചു പോകുന്നപ്പോൾ കണ്ടത് കേട്ടോ. അവർ മനസ്സറിഞ്ഞ് നമ്മുടെ അനുഗ്രഹിച്ച പോലെയൊക്കെ തോന്നി. വൈകിട്ടിൽ വെച്ച് ചെറിയൊരു കേക്ക് കട്ടിങ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഇറങ്ങി. നമ്മൾ ഫാമിലി ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ആരും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. വിരലിൽ എണ്ണാവുന്ന കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ അടുത്ത് നിൽക്കുന്ന കുറച്ച് ഫ്രണ്ട്സും പിന്നെ നമ്മുടെ വീട്ടിലുള്ളവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മളെ വിളിച്ച എല്ലാവരും വന്നതും ഇല്ല കേട്ടോ. കുറേ 2-3 പേര് സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. ഈ ആൽഡ്രിന്നാണ് കേട്ടോ മോൻ്റെ പേര്. അപ്പോൾ ആ നെയിം നമ്മൾ കുറേ കടകളിൽ ആ ലെറ്റേഴ്സ് അന്വേഷിച്ചിട്ട് കിട്ടിയില്ല കേട്ടോ. പിന്നെ അവസാനം നമ്മൾ പ്രിൻ്റ് എടുക്കുക ചെയ്ത് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്ത് ഒട്ടിക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ചേട്ടായിക്കാണെങ്കിലും അവന്മാർക്കാണെങ്കിലും ലേറ്റ് വെച്ചിട്ടുള്ള പരിപാടികളില്ലെങ്കിൽ ഒരു സമാധാനമില്ല കേട്ടോ. എന്ത് പരിപാടിക്കും ലേറ്റ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കണം അവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലേറ്റ് അറേഞ്ച്മെൻറ്റ്സ് കുറച്ച് ചെയ്തിട്ടുണ്ട് അവർ. ഡെക്കറേഷൻ ചെയ്യണതൊക്കെ ചെയ്തും ഫുൾ അവരാണ് കേട്ടോ. എൻ്റെ കയ്യിനകത്ത് അടുത്തേക്കൂടെ പോലും പോയിട്ടില്ല. ഞാൻ ചെറുതായിട്ട് ഒട്ടിക്കാനൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഫുൾ ഐഡിയ. പിന്നെ ഈ ഫോട്ടോ ഒക്കെ നമ്മൾ പ്രിൻ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. കഫേ പോയി പ്രിൻ്റ് ചെയ്തെടുത്തതാണ്. അങ്ങനെ ഡെക്കറേഷൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ നല്ലപോലെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കട്ടിങ്ങിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത ദിവസം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.